ഇത് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ നമുക്ക് പുറത്തൊന്നും പോയിക്കൂടാലോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ രണ്ടും ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി വെച്ച് തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഒന്നും കൂടി നല്ലത് പകുതി അതായത് ഗോതമ്പ് പൊടി പകുതി മൈദ എടുത്ത് ചെയ്യുമ്പോഴാണ് കൂടുതലും നല്ലത്. നല്ലൊരു ക്രിസ്പിനെസ്സും ടേസ്റ്റൊക്കെ കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി വെച്ച് തന്നെ തയ്യാറാക്കാം. അപ്പോൾ രണ്ടും ഒരേ കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കപ്പ് വെച്ച് ഈ മെഷർമെൻറ്റിൽ തന്നെ അളന്നെടുക്കാം. ഇനി നമ്മൾ ഇതിനെടുക്കുന്ന വെള്ളം അതേ അളവിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ 1 കപ്പ് മാവിന് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പ് മാവിന് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മൈദയും ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. കാരണം നമ്മളിതൊന്ന് വേവിക്കണം. അപ്പോൾ വെവ്വേറെ ഇടുന്നേക്കാളും നല്ലത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും. നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. ഇതിലോട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ്സിലോളം വരുന്നുണ്ട്. 2 കപ്പിൻ്റെ വെള്ളം അളന്നാൽ അപ്പോൾ ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ എള്ളും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒട്ടും തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ബട്ടർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി തീ കുറച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും മൈദയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒട്ടും തന്നെ ആ വെള്ള പൊടികളൊന്നും കാണാത്ത വിധം യോജിപ്പിച്ചെടുക്കണം. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനി ഒരുപാട് അങ്ങ് തണുക്കാനൊന്നും നിൽക്കണ്ട. കൈ തൊടാൻ ചൂടിനുള്ള പാകമാകുമ്പോൾ പതുക്കെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ചൂടാറാനൊന്നും കാക്കണ്ട. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും കുറേശ്ശെ മാവ് നമുക്കെടുക്കാം. ഒരുപാട് മാവ് കുറേ എടുക്കണ്ട, കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മൾ പൂരിക്കൊക്കെ എടുക്കില്ല ആ ഒരു അളവിൽ മാവ് എടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കനം കുറച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കനം കുറച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്ന് പരത്തി എടുത്താൽ വീണ്ടും കനം കുറച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ചെറിയ മുറുക്ക് പോലെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കാൻ പറ്റും. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓരോ മുറുക്കും ഉണ്ടാക്കിയെടുക്കണം. വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും കുറേശ്ശെ മാവ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ചെറിയ മുറുക്കായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഓരോന്നും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ മുറുക്കൊക്കെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം. പക്ഷേ നമ്മളിത് എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 സെക്കൻഡ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട്. കാരണം നമ്മൾ ഇട്ടപാടെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറും. പക്ഷേ അകത്തൊന്നും വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇട്ടപാടെ തീ ഒന്ന് കുറച്ച് വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി.
അപ്പോൾ ഇതിട്ടൊരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കളറായിട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗം മാത്രം ഒരു കളറായിരിക്കും, വേറൊരു ഭാഗം വേറെ കളറായി കിട്ടും. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ട പാടെ ഇട്ട് മിക്സ് ചെയ്യരുത്, കുറച്ചൊന്ന് ആയതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മാത്രമല്ല ആ എണ്ണയിലത്തെ പതയൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ കണ്ടാൽ മനസ്സിലാവും, എണ്ണയിൽ ആ പതയൊക്കെ മാറി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മുറുക്കും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഒരുപാട് ചൂടാണെങ്കിൽ ചൂടാറിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടിയോ അതുപോലെ തന്നെ മൈദ ഇല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അരിപ്പൊടിയിൽ നമ്മൾ ഉണ്ടാക്കുന്നേക്കാളും ഒന്നും കൂടി എളുപ്പം നമ്മൾ ഗോതമ്പൊടിയൊക്കെ വെച്ചുണ്ടാക്കുമ്പോഴാണ്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അരിപ്പൊടിയിലും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.